ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 39-40 വാക്യങ്ങൾ. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശന്മാർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. തൻ്റെ ശിഷ്യന്മാർ ആർപ്പ് വിളിക്കുന്നത് കേട്ട് അവിടെ ആ ജനക്കൂട്ടത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പരീശന്മാർ അവർ അസ്വസ്ഥരാവുകയാണ്. അവർ അസ്വസ്ഥരാകുന്നതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഈ സമയം യെരുശലേമിൽ ഒരുപാട് യഹൂദന്മാർ വരുന്ന പെസഹ പെരുന്നാളിൻ്റെ ദിനങ്ങളാണ്. ആ ദിനങ്ങളിലാണ് ക്രിസ്തു തൻ്റെ അനുയായികളുമായി യെരുശലേം ദേവാലയത്തിലേക്ക് ജൈത്ര യാത്ര നടത്തുന്നത്. ക്രിസ്തു നടന്നടുക്കുന്നത് യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ മലയിലേക്കാണ്. യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റോമ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള അനേകം പടയാളികൾ, കുതിര ചേവകർ, അവരെല്ലാം താമസിക്കുന്ന കോട്ടയും ആ ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ക്രൂരനായ ഗവർണർ പീലാത്തോസിൻ്റെ ഭവനവും ആ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ മൗണ്ടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ റോമ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു കലാപത്തിനുള്ള ഒരു പുറപ്പാടായി റോമ സാമ്രാജ്യം ഈ ക്രിസ്തുവിൻ്റെ ഓശാന ഞായറാഴ്ചയിലുള്ള യാത്ര അവർ അത് മനസ്സിലാക്കിയാൽ അത് ഒരുപാട് ദോഷം ചെയ്യും യഹൂദജനത്തിന് എന്നറിയുന്ന പരീശന്മാർ ക്രിസ്തുവിനോട് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാരെ നിയന്ത്രിക്കുവാൻ. അപ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. കാരണം ആ കല്ലുകൾക്ക് അവയുടെ സൃഷ്ടാവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശ്യം തിരിച്ചറിയുവാൻ സാധിക്കുന്നു. തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തൻ്റെ കുരിശുമരണത്തിലേക്കായി ക്രിസ്തു യെരുശലേമിലേക്ക് നടന്നടുക്കുന്നു എന്നറിയുന്ന ആ തൻ്റെ സൃഷ്ടികൾ മുഴുവൻ തന്നെ സ്തുതിക്കുവാനും തന്നെ ആരാധിക്കുവാനും തന്നെ മഹത്വപ്പെടുത്തുവാനും തയ്യാറാകും എന്നാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. ദൈവമേ, നിൻ്റെ സൃഷ്ടികളായ ഞങ്ങൾ ഏഴകൾക്ക് നിന്നെ ധാരാളമായി സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ ആരാധിക്കുവാനും കർത്താവെ, ഞങ്ങളെ നീ യോഗ്യത ഉള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ യോഗ്യതയ്ക്ക് വേണ്ട ക്വാളിറ്റീസാണ് ക്രിസ്തുവിന് വഹിക്കുന്ന ആ മൃഗത്തിനുള്ളത്. എളിമയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും പര്യായമായ കഴുതക്കുട്ടി, ഒട്ടും അഗ്രഷനില്ലാത്ത ഒരു സാധുമൃഗം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കും താഴ്മയുടെയും വിനയത്തിൻ്റെയും പര്യായമായി ഒട്ടും അഗ്രഷനില്ലാത്ത ഒരു ഹൃദയവുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കൃപ നൽകണമേ. നിന്നെ ആരാധിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.